അവസാന ഘട്ടത്തിലാണ് ഒരുക്കങ്ങൾ. എന്തായാലും ചിതയിലേക്ക് മൃതദേഹം എടുക്കാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. ആ തരത്തിലാണ് ക്രമീകരണം. പക്ഷേ ഇപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹമാണ്. ആളുകൾ വന്നു പോവുകയാണ്. ശ്രീനിവാസൻ എന്നത് സിനിമാക്കാർക്കിടയിലോ മലയാളി പൊതുസമൂഹത്തിൻ്റെ മാത്രം സ്വത്തല്ല. ഏറ്റവും പ്രത്യേകിച്ച് ഒടുവിൽ മടങ്ങിയെത്തുന്ന കണ്ടനാട്ടെ ആ ഗ്രാമവാസികൾക്ക് കൂടി ഒരു വൈകാരിക മുഖമാണ് ശ്രീനിവാസൻ. കാരണം അവർക്ക് അപരിചിതനല്ല, ഒരു സിനിമാക്കാരനായിരുന്നില്ല, നാട്ടുകാരൻ തന്നെയായിരുന്നു ശ്രീനിവാസൻ എന്ന പ്രത്യേകതയുണ്ട്. ആ ഒരു വികാരവായ്പ്, വൈകാരിക ഭാവമുണ്ട് എല്ലാവർക്കും. അവരുടെ പലരുടെയും പ്രതികരണവും മുന്നോട്ട് വയ്ക്കുന്നതും അതുതന്നെയാണ്. ശ്രീനിവാസൻ മടങ്ങുകയാണ് ഈ ലോകത്ത് നിന്നും, സിനിമയിൽ നിന്നും. പക്ഷേ അവശേഷിക്കുന്ന കഥാപാത്രങ്ങൾ, അദ്ദേഹം അവശേഷിച്ചു പോയത് തലമുറകൾക്കപ്പുറം കലാധിവർത്തിയായി ജീവിക്കുമെന്ന് ഉറപ്പാണ്. സന്ദേശമെന്ന സിനിമ കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ രാഷ്ട്രീയ പറഞ്ഞ സിനിമ ഇന്നും ചർച്ചയാവുന്നത്, ഒരുപക്ഷെ അതിൻ്റെ സിനിമ റിലീസായ ദിവസങ്ങളിലൊന്നും സിനിമയുടെ ഈ സാധ്യത അന്ന് ആരും ചർച്ച ചെയ്തില്ല. പക്ഷേ കാലങ്ങൾക്കപ്പുറവും സന്ദേശം ചർച്ച ചെയ്യപ്പെടുന്നത്, അന്ന് മുന്നോട്ട് വെച്ച ആ സന്ദേശം സമൂഹത്തിന് നേരെ തിരിഞ്ഞു നിന്ന് സംസാരിക്കാനുള്ള ശ്രീനിവാസൻ്റെ ശേഷി, അങ്ങനെ ശ്രീനിവാസൻ എന്ന കുറുകിയ മനുഷ്യൻ പങ്കുവെച്ച, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക്, ആദർശങ്ങൾക്ക്, സന്ദേശങ്ങൾക്ക് അതിന് എത്ര വലിയ ഉയരമുണ്ടായിരുന്നു എന്ന കാര്യം കൂടിയാണ് വ്യക്തമാകുന്നത്. ഡാനി, എന്താണ് അവിടുത്തെ സാഹചര്യം? കുടുംബാംഗങ്ങളൊക്കെ ഈ ചടങ്ങുകളൊക്കെ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇപ്പോഴും ദൃശ്യങ്ങൾ കാണുന്നത് വലിയ ജനത്തിരക്കാണല്ലോ, അങ്ങനെ തന്നെയാണോ സംഭവിക്കുന്നത് അവിടെ? വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. കാരണം ഇതിൽ അനാവശ്യമായി തുടരുന്നവർ, ഇവിടേക്ക് അനാവശ്യമായി തുടരുന്നവരിൽ നിന്ന് മാറണം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞ് പോകണം എന്ന രീതിയിലേക്കൊരു തിരക്ക് സിനിമാ പ്രവർത്തകർ, രഞ്ജി പണിക്കർ അടക്കമുള്ളവർ നേരിട്ട് ആളുകളോട് വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ മാറേണ്ടവരാണെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോകണമെന്നത് വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞുകൊണ്ട് ആളുകൾ മാറ്റുന്നുണ്ട്. കാരണം ഇവിടെ ഈ ചിതയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് നിരവധി പേർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ഇവിടെ ഇതിനു വേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്, ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നതടക്കം അവരോട് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. മാധ്യമപ്രവർത്തകരും ബന്ധുക്കളും മാത്രമാണ് ഇപ്പോൾ ഇവിടെ തുടരുന്നത്. മറ്റുള്ളവരോട് ഇവിടെ നിന്ന് നീങ്ങി നിൽക്കണം എന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ചടങ്ങുകൾ പൂർത്തിയാകുന്നു എന്നതാണ്. മനസ്സിലാക്കുന്നതനുസരിച്ച് ചടങ്ങുകൾ പൂർത്തിയാകുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഇവിടേക്ക് മൃതദേഹം സംസ്കരിക്കുന്നിടത്തേക്ക് ഇവിടേക്ക് എത്തിക്കുകയും തന്നെ ചെയ്യുന്നു. ഏതായാലും ഇന്ന് രാവിലെ മുതലുള്ള ആ തിരക്ക് അതിപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് സജിത്ത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ വന്നവരാരും തിരിച്ചു പോകാതെ, ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായും ആലോചിക്കാം, ഒരു സിനിമ പ്രവർത്തകൻ, ചലച്ചിത്രകാരന്മാരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ചില കൗതുകങ്ങൾക്ക് വേണ്ടി ആളുകൾ വരുന്നത് കാണുന്നതിന് വേണ്ടിയെല്ലാം തന്നെ ആളുകൾ കൂടാറുണ്ട് എന്നതെല്ലാം പറയുന്നു. പക്ഷേ അതിനേക്കാളും ഒരു അടുപ്പമുണ്ട്. കാരണം പലരോടും സംസാരിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ളവർക്ക് പലർക്കും അദ്ദേഹത്തെ നേരിട്ട് അറിയാവുന്നതും ഈ ചുറ്റുപാടുകളുമുള്ളവരുമാണ് പലപ്പോഴും ഇവിടെ കൂടി നിൽക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിനുവേണ്ടിയുള്ള ഇവിടെ നിന്ന് ആളുകളെ നീക്കുന്നതിന് വേണ്ടിയുള്ളൊരു ക്രമീകരണങ്ങൾ ഏതായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഏതാണ്ട് ഇവിടെ നിന്ന് കുറേയധികം പേര് ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നതിന് ശേഷം ഇവിടേക്ക് മൃതദേഹം എത്തിക്കുകയും ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും വേണം. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് സിപി സ്ഥല സെക്രട്ടറി ബിനോയ് വിശ്വം, അതോടൊപ്പം തന്നെ മന്ത്രി പി പ്രസാദ് തുടങ്ങിയവരെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ കുറേ നേരമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ പലരും ഇവിടെ തന്നെ തുടരുന്നുണ്ട്. പലർക്കും വളരെ വ്യക്തിബന്ധവും അടുപ്പവുമുള്ള ഒരാളാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അവരിവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. അമ്മ ഭാരവാഹികളടക്കം ഇവിടേക്ക് നിൽക്കുന്നു. ഏതായാലും
ഈ ക്രമീകരണങ്ങൾ, സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് അവിടെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ്. അത് പൂർത്തീകരിച്ചാലുടൻ തന്നെ ഇവിടേക്ക് ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകുന്ന രീതിയിലേക്കടക്കം ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങളെത്തും. അതിനുശേഷം ചടങ്ങുകളിലേക്ക് വരികയും ചെയ്യും. ഏതായാലും ചടങ്ങുകൾ ഒരു ഭാഗത്ത് പൂർത്തിയാവുന്നു. ഒപ്പം തന്നെ ഇവിടെ ചിത ഒരുക്കുന്ന സ്ഥലത്തെയും തിരക്കുകളും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. സജിത്ത്, ഈ പ്രദേശത്തേക്ക് ഇവിടേക്ക് ഈ ഉദയം പേരൂരിലേക്ക് ഇവിടെയുള്ള ഒരുപക്ഷെ ഒരു വലിയ സെലിബ്രിറ്റി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പറയുന്നത് ഇവിടേക്ക് നമ്മൾ വരുന്ന 2 പേരുണ്ട്. ഒന്ന് അഭിലാഷ് ടോമിയാണ്, നമുക്കറിയാം, ഒറ്റയ്ക്ക് ലോകം പൈവഞ്ചിയിൽ ചുറ്റിയൊരാൾ. മറ്റൊന്ന് നടൻ ശ്രീനിവാസനാണ്, ചുറ്റുപാടും അറിയുന്നവർ. അതിൽ ശ്രീനിവാസൻ്റെ വസതിയിലേക്ക് നമ്മൾ പലതവണ ഇവിടേക്ക് എത്തുമ്പോൾ ശ്രീനിവാസൻ്റെ വീട് ചോദിക്കാനോ അന്വേഷിക്കാനോ ഒന്നും ബുദ്ധിമുട്ടേണ്ടതില്ല. കാരണം ഇവിടേക്ക് വന്ന് വഴി ചോദിച്ചാൽ വളരെ പെട്ടെന്ന് എത്തിക്കും. കാരണം ഈ ശ്രീനിവാസനെ അവർക്കറിയാം, പലർക്കും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ഒരു വ്യക്തിത്വങ്ങളാണ് എല്ലാവരും തന്നെ. പറയുമ്പോൾ നമ്മൾ വഴി ചോദിക്കുമ്പോൾ അവരുടെ 2 ഓർമ്മകൾ കൂടി പറയും. അല്ലെങ്കിൽ ഇന്നലെ സംസാരിച്ചതേ ഉള്ളൂ എന്നതെല്ലാം തന്നെ പറയും. കാര്യങ്ങളുമെല്ലാം തന്നെ നമ്മളോടുകൂടി പറയും. കാരണം അദ്ദേഹം രാവിലെ നടക്കാനിറങ്ങുമ്പോഴും ഒപ്പം തന്നെയും ചുറ്റുപാടുകളോട് സംസാരിച്ചുകൊണ്ട് ചായക്കടകളിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ഇങ്ങനെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു രീതി തനി നാട്ടിൻപുറത്തുകാരൻ എന്ന രീതിയിൽ തന്നെയായിരുന്നു. അദ്ദേഹം ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ കൃഷി ചെയ്യണം, അത്തരം താല്പര്യങ്ങളോട് കൂടിയാണ് അദ്ദേഹം വരുന്നത്. വന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു കൂട്ട് എന്ന് പറയുന്നത് അയൽവാസിയായ ഒരു മനു ഫിലിപ്പ് എന്ന് പറയുന്ന യുവാവാണ്. അദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് പിന്നീട് ശ്രീനിവാസൻ ഇതിലേക്ക് കൂടുതൽ തൽപരനാവുന്നത്. താല്പര്യമുണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ തൽപരനാവുന്നതും അപ്പോഴാണ്. പിന്നീട് ചെറിയ രീതിയിൽ ചുറ്റുപാടുകളിൽ കൃഷി സ്വന്തം സ്ഥലത്തും കാര്യങ്ങളുമെല്ലാം തന്നെ തുടങ്ങുകയും ചെയ്തു. നമുക്ക് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ചുറ്റുപാട് നിറയെ, ഇതിനകത്ത് നിറയെ ഈ ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ നിറയെ നട്ടൊരു വീടാണ്. നിറയെ തണലും തണുപ്പുമുള്ള ഒരിടമാണ് ഈ വീട് എന്ന് പറയുമ്പോൾ. വളരെ പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങിയ അതിന് അത്തരം സാഹചര്യങ്ങളൊരു നിർമ്മിതിയാണിത്. അദ്ദേഹത്തെ പലപ്പോഴും ഇവിടെ വരുമ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് പോലെ ഏറെ ഇഷ്ടപ്പെട്ട ഇടം ഇതെൻ്റെ വീട്, അതിൻ്റെ ചുറ്റുപാടായി എനിക്ക് മാറിക്കഴിഞ്ഞു എന്നത് അദ്ദേഹം പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഈ കൃഷി സ്ഥലത്തേക്ക് പിന്നീട് മറ്റ് കർഷക കൂട്ടായ്മകളിലേക്കെല്ലാം അദ്ദേഹം നടന്നു തുടങ്ങി. അങ്ങനെ പിന്നീട് ഏതാണ്ട് 100-ലധികം ഏക്കർ സ്ഥലത്ത് പലയിടങ്ങളെ ഒരുമിച്ചല്ല വികേന്ദ്രീകൃതമായിട്ട് പലയിടങ്ങളിലായിട്ട് കൃഷി ചെയ്ത് അവർക്ക് ഒരു ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക്, അങ്ങനെ ഒരു കൂട്ടായ്മകളിലേക്കെല്ലാം പോയി. അത്തരം കൂട്ടായ്മകൾ അദ്ദേഹം പലപ്പോഴും ചില തുറന്നു പറച്ചിലുകളും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നു. ചിലതെല്ലാം തന്നെ വലിയ വിവാദങ്ങളിലേക്കും എല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നു. ഏതായാലും ഇത്തരം അങ്ങനെ വളരെ സജീവമായിട്ട് തന്നെ അദ്ദേഹം ഈ ചുറ്റുപാടുകളിലേക്കും എല്ലാം തന്നെ നിലനിൽക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഏതായാലും ഇത്തരം ഈ ഒരു കൂട്ടായ്മകളുടെ ഒരു ബലം തന്നെയായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ആൾക്കൂട്ടങ്ങളുമെല്ലാം തന്നെയും വരുന്നത്. ഇവിടെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങൾ അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം, പല പ്രമുഖരും ഇവിടെ വന്ന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും എത്താനുണ്ടോ എന്നതടക്കമുള്ള ഒരു കാര്യങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. കാരണം ഫോണിൽ ബന്ധപ്പെട്ട ചിലരുണ്ട്, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുകയും എത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എങ്കിലും ഒരുപാട് വൈകാനുള്ള ഒരു സാധ്യതയോ സാഹചര്യമോ ഒന്നുമില്ല. കർമ്മങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏറെ